കൃഷ്ണഗാഥ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നന്ദഗോപനോട് വിശ്വനാഥൻ പറയുന്ന സിത്താരയുടെയും ശ്രീനിവാസിൻ്റെയും കാര്യങ്ങളൊക്കെ കേട്ട് ഞെട്ടിത്തെറിച്ച് വിശ്വസിക്കാനാവാതെ നിൽക്കുവാണ് കേട്ടോ നന്ദഗോപൻ. അന്നേരം വിശ്വനാഥൻ പറയുന്നുണ്ട്, ആ ശ്രീനിവാസനും ആ വീട്ടിൽ വേലക്കാരിയായിട്ടുള്ള സ്ത്രീയും തമ്മിലുള്ള അഹിത ബന്ധം കണ്ടിട്ടാണ് അവർ തമ്മിൽ തെറ്റായ രീതിയിൽ സഞ്ചരിച്ചത് കാരണോ സിത്താരയും ശ്രീനിവാസും തമ്മിൽ തെറ്റിപ്പിരിഞ്ഞത്. ആ വേലക്കാരിൽ ശ്രീനിവാസനൊരു കുഞ്ഞു വരെ ഉണ്ടായിട്ടുണ്ട്. അന്നേരം നന്ദ പറയുവാണ്, സിത്താരയെ ശ്രീനിവാസൻ അങ്ങനെ ചതിച്ചെങ്കിൽ അങ്ങനെയുള്ള അയാൾ ഒഴിവാക്കി സ്വന്തം മകൾക്ക് വേണ്ടി ജീവിക്കുന്ന അവരെ പോലുള്ളൊരു സ്ത്രീയെ അഭിനന്ദിക്കുകയല്ലേ വേണ്ടത്, അല്ലാതെ ഇങ്ങനെ തന്നെ പോലെ കുറ്റം പറഞ്ഞ് നടക്കുകയാണ് വേണ്ടത്. അന്നേരം നന്ദഗോപനോട് വിശ്വനാഥൻ പറയണേ, താനിപ്പോൾ ഇങ്ങനെയൊക്കെ പറയും, കുറച്ച് നാൾ കഴിയുമ്പോഴേ തനിക്ക് മനസ്സിലായില്ലെങ്കിലും തൻ്റെ മോന് ഈ നാണക്കേട് എന്താണെന്ന് മനസ്സിലാവും. എന്നാൽ ശരി, എന്നാണെങ്കിലും വിവാഹം കഴിഞ്ഞ നവീനോട് എൻ്റെ ഒരു ആശംസ പറഞ്ഞേക്ക്, അതൊരു ചടങ്ങല്ലേ. അങ്ങനെ പറഞ്ഞ് വിശ്വനാഥൻ അവിടെ നിന്നും പോകുവാണ്. പിന്നീട് കാണിക്കുന്നത് കാറിൽ പോയിക്കൊണ്ടിരിക്കുന്ന നവീനെയും കൃഷ്ണനെയും കേട്ടോ. ഈ സമയം മാണിക്കുഞ്ഞ് പാട്ടൊക്കെ വെച്ച് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുമായിരിക്കും. അന്നേരം നവീനാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് കൃഷ്ണയെ തന്നെ നോക്കുവാണ്. കൃഷ്ണയും ഇടയ്ക്ക് നവീനെ നോക്കി ഇങ്ങനെ ചിരിക്കുന്നുണ്ട്. ഈ സമയം നവീൻ മാണിക്കുഞ്ഞിനോട് പറയണേ, അതെ താൻ ആ പാട്ടൊന്ന് ഓഫ് ചെയ്തേ, ഇവിടെ എനിക്ക് ഗാഥ പറയുന്നൊന്നും കേൾക്കാൻ പറ്റുന്നില്ല. അന്നേരം മാണിക്കുഞ്ഞ് പറയുന്നുണ്ട്, അതിന് ഗാഥവേടൊന്നും പറഞ്ഞില്ലല്ലോ, എന്നാലും താൻ ഓഫ് ചെയ്, പാട്ടുള്ളായിരുന്നോ കേൾക്കാത്തത്. അങ്ങനെ മാണിക്കുഞ്ഞ് ചിരിച്ചുകൊണ്ട് പാട്ടൊക്കെ ഓഫ് ചെയ്യുവാണ് കേട്ടോ. ഈ സമയം നവീൻ ചോദിക്കണേ, എന്താ കഥ, എന്താ താൻ പറഞ്ഞത്? അന്നേരം കൃഷ്ണ പറയുന്നുണ്ട്, അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. എന്നാൽ ശരി, ഇപ്പം താൻ എന്തെങ്കിലും പറ, താൻ പറയുന്നതൊക്കെ ഞാൻ കേൾക്കാം. എന്ത് പറയാനാ, എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയുന്നേ. താൻ സംസാരിക്കുന്നത് കേൾക്കാൻ ഇഷ്ടമുള്ളതുണ്ടല്ലേ ഞാൻ പറയുന്നത്. അത് കേട്ടിട്ട് മാണിക്കുഞ്ഞ് ചിരിച്ചുകൊണ്ട് പറയണേ, അത് ശരി, അപ്പം അതായിരുന്നല്ലേ സാറിൻ്റെ മനസ്സിലിരിപ്പ്, കൊച്ചു കള്ള. എന്നാൽ പിന്നെ എന്തെങ്കിലുമൊക്കെ അങ്ങ് സംസാരിക്കുക മാഡം, കണക്കുകളെക്കുറിച്ച് അങ്ങനെ എന്തെങ്കിലുമൊക്കെ കുറിച്ച് പറയുന്നേ. സാറിനാണെങ്കിൽ കണക്കുകളെക്കുറിച്ചൊക്കെ കേട്ട് കഴിഞ്ഞാണ്ടല്ലോ പിന്നെ അതിലും ഇഷ്ടമുള്ള കാര്യം വേറൊന്നുമില്ല. അന്നേരം മാണിക്കുഞ്ഞിനോട് നവീൻ പറഞ്ഞേ, എടോ താനെന്താടോ അങ്ങനെ പറഞ്ഞത്, എനിക്കെന്താ എൻ്റെ ഭാര്യയോട് എങ്ങനെയാണ് സംസാരിക്കേണ്ടതെന്ന് അറിയില്ലേ? അയ്യോ സാറേ, എനിക്ക് തെറ്റുപറ്റിയതാ. ഗാഥ മാഡത്തെ കാണുന്നതിന് മുമ്പ് ഒരു നവീൻ സാറുണ്ടായിരുന്നു. ആ നവീൻ സാറിനാണ് പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നത്. പക്ഷേ ഗാഥ മാഡത്തെ കണ്ടതിന് ശേഷം കേട്ടോ ഗാഥ മാഡം, ഈ നവീൻ സാറിൻ്റെ മനസ്സിലെ പ്രണയം മാത്രമേ ഉള്ളൂ, സംസാരിക്കുന്നതും പ്രവർത്തിക്കുന്നതും ഒക്കെ ഈ പ്രണയത്തോടു കൂടിയാണ്. നവീൻ സാറിൻ്റെ ഈ മാറ്റത്തിനെല്ലാം കാരണം ഗാഥ മാഡം ഒറ്റൊരാളാണ്. അതൊക്കെ കേട്ട് കൃഷ്ണ ചിരിച്ചുകൊണ്ട് നവീനെ നോക്കുവാണ്. അന്നേരം നവീൻ കൃഷ്ണയുടെ കയ്യിൽ പിടിക്കുവാണ്. എന്നിട്ട് പറയണേ, മാണിക്കുഞ്ഞ് പറഞ്ഞത് ശരിയാ, ഇതിനു മുമ്പ് വരെ എൻ്റെ മനസ്സിൽ മുഴുവൻ ബിസിനസ് എന്നൊരു ഒറ്റ ചിന്ത മാത്രമേ ഉണ്ടായുള്ളൂ. എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല, എൻ്റെ മനസ്സിലെപ്പോഴും തന്നെക്കുറിച്ചുള്ള ചിന്തകൾ മാത്രമാണ്, നമ്മളൊന്നിച്ചുള്ള ജീവിതത്തെക്കുറിച്ചുള്ള ചിന്തകളാണ്. അങ്ങനെ പറഞ്ഞ് അവർ രണ്ടാളും പരസ്പരം മുഖത്തോട് മുഖം നോക്കുവാണ്. നവീൻ്റെ ആ സ്നേഹമൊക്കെ കാണുമ്പോൾ പലപ്പോഴും കൃഷ്ണ എല്ലാം മറന്ന് നവീനെ പ്രണയിക്കാനായിട്ട് ഇങ്ങനെ തുടങ്ങുവാണ് കേട്ടോ. ഈ സമയം കൃഷ്ണയാണെങ്കിൽ പെട്ടെന്ന് നവീൻ്റെ കൈ ഇങ്ങനെ മാറ്റുക. നവീൻ, വ്രതത്തിന് ദോഷം ഉണ്ടാക്കുന്ന ഒന്നും സംഭവിക്കില്ല എന്ന് എനിക്ക് വാക്ക് തന്നെയല്ലേ, അത് മറക്കണ്ട. ഓ, ഈ 41 ദിവസത്തെ വ്രതം അതൊന്ന് കഴിഞ്ഞോട്ടെ, പിന്നെ എങ്ങനെയാണ് എന്നോട് പെരുമാറേണ്ടതൊക്കെ എനിക്ക് നല്ലപോലെ അറിയാം എന്ന് നവീനും പറയുവാണ്. അങ്ങനെ നവീൻ്റെ ആ പറച്ചിലൊക്കെ കേട്ട് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് കൃഷ്ണയും മാണിക്കുഞ്ഞുമൊക്കെ. പിന്നീട് കാണിക്കുന്നത് മുത്തശ്ശിയും നന്ദഗോപനും കൂടി സംസാരിക്കുന്നതാണ്. അങ്ങനെ വിശ്വനാഥൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം നന്ദഗോപൻ മുത്തശ്ശി അറിയിക്കുവാണ്. അത് കേട്ടിട്ട് മുത്തശ്ശി പറയണേ, നിനക്കല്ലെങ്കിലും ആ വിശ്വനാഥൻ്റെ സ്വഭാവം അറിയാമല്ലോ, മനസ്സിൽ മുഴുവൻ ദുഷ്ടതയുമായിട്ട് നടക്കുന്നവനല്ലേ അയാൾ അങ്ങനെ പലതും പറയും. അന്നേരം നന്ദനും പറയണേ, അതെനിക്കും അറിയാമേ, നമ്മുടെ കുടുംബത്തിലെ ബിസിനസ്സും മറ്റു കാര്യങ്ങളും എല്ലാം നവീൻ ഏറ്റെടുത്തത് അയാൾക്ക് ഭയങ്കര ഒരു അടിയായിട്ടാണ് മാറിയിട്ടുള്ളത്. പലതവണ അവൻ നവീനെ നമ്മുടെ കുടുംബത്തിൻ്റെ ബിസിനസ് സ്ഥാപനങ്ങളെയും തകർക്കാൻ പല നീക്കങ്ങളും നടത്തിയിട്ടുണ്ട്. അതെല്ലാം എനിക്കറിയാവുന്ന കാര്യമോ, പക്ഷേ അയാൾ ഇങ്ങനൊരു കാര്യം പറഞ്ഞപ്പോൾ അതിൻ്റെ പിന്നിൽ എന്തോ ഒരു കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നി. കൃഷ്ണയും ശ്രീനിവാസിൻ്റെ മകളായിരിക്കുമല്ലോ, അതിൻ്റെ പിന്നിലുള്ള സത്യം എന്താണെന്ന് നമുക്ക് കണ്ടുപിടിക്കണ്ടേ. അന്നേരം മുത്തശ്ശി പറയുവാണ്, അത് വേണം, കൃഷ്ണയും ഗാഥയും ഒരു കുടുംബത്തിൽ ജനിച്ചതാണോ, അവർ ഒരേ സമയം ജനിച്ച ഇരട്ടകളാണോ, ഇങ്ങനെയുള്ള പല സംശയങ്ങളും നമുക്ക് കണ്ടുപിടിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളായിട്ടുണ്ടല്ലോ. അതിനെല്ലാം ഉത്തരം നമുക്ക് കണ്ടെത്തിയല്ലേ പറ്റൂ. വിവാഹ സമയത്ത് നമ്മളും 100 കൂട്ടി ടെൻഷൻ്റെ ഇടയിലായിരുന്നു. അതുകൊണ്ട് തന്നെ സിത്താരയുടെയും ശ്രീനിവാസിനും തമ്മിലുള്ള ഇടയിലുള്ള പ്രശ്നത്തെക്കുറിച്ച് ചോദിക്കാനോ അതിനെക്കുറിച്ച് അന്വേഷിക്കാനോ നമുക്കും കഴിഞ്ഞില്ല. പിന്നെ അവരുടെ പേഴ്സണൽ കാര്യമാണ്. സിത്താര മറച്ചു വെച്ചത് അവരുടെ കുടുംബപരമായ കാര്യമാണ്. എന്നാൽ നമ്മൾ മറച്ചു വെച്ചത് അങ്ങനെയുള്ളൊരു കാര്യമല്ല, അവരുടെ മകളുടെ ജീവനെ ബാധിക്കുന്ന കാര്യമാണ്. അപ്പോൾ ആ നിലയ്ക്ക് ഈ കാര്യം പറഞ്ഞ് നമുക്ക് സിത്താരയെ കുറ്റപ്പെടുത്താനോ ചോദ്യം ചെയ്യാനോ പറ്റില്ല. അതുകൊണ്ട് നമ്മുടേതായ രീതിക്ക് നമുക്ക് അന്വേഷിക്കാനേ പറ്റുള്ളൂ. അന്നേരം നന്ദഗോപൻ പറയണേ, എന്താണെങ്കിലും ഞാൻ എൻ്റേതായ രീതിക്ക് ശ്രീനിവാസിനെ കുറിച്ച് അന്വേഷിക്കാനായിട്ടും തുടങ്ങട്ടെ, എന്താ അമ്മയുടെ അഭിപ്രായം?
എനിക്കതിൽ എതിരഭിപ്രായമൊന്നുമില്ല. പക്ഷേ സിത്താര ഒരിക്കലും നമ്മൾ അവരറിയാതെ രഹസ്യമായിട്ട് അവരുടെ കുടുംബകാര്യം അന്വേഷിക്കുന്നതായിട്ട് അവർക്ക് തോന്നാൻ പാടില്ല. സിത്താര ഒരിക്കലും അത് അറിയാനും പാടില്ല. എന്താണെങ്കിലും കൃഷ്ണമോളെക്കുറിച്ച് നമ്മൾ അറിയണമെന്ന് വിചാരിച്ചപ്പോൾ മുതൽ ഓരോരോ ചെറിയ കാര്യങ്ങളായിട്ടാണെങ്കിലും നമ്മുടെ മുമ്പിലേക്ക് തന്നെ ഓരോ കാര്യങ്ങളായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അതിൽ അവസാനത്തേത് വിശ്വനാഥൻ്റെ കാര്യവും. എന്നാണെങ്കിലും അധികം വൈകാതെ തന്നെ എല്ലാ സത്യങ്ങളും നമുക്ക് മുമ്പിൽ തെളിയും. അതിനുള്ള സൂചനകളാണ് നമുക്ക് ഈ തരുന്നതൊക്കെ. പിന്നീട് കാണിക്കുന്നത് അമ്പലത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന കൃഷ്ണനെയാണ്. കൃഷ്ണ ഭഗവാന് മുന്നിൽ സങ്കടത്തോട് പറയണേ, ഭഗവാനെ, എൻ്റെ മനസ്സിൽ ഒത്തിരി സങ്കടങ്ങളൊക്കെ ഉണ്ട്. ഏതൊക്കെയാണ് അങ്ങയുടെ മുമ്പിലേക്ക് ഇറക്കി വെക്കേണ്ടതെന്ന് എനിക്കറിയില്ല. എൻ്റെ അമ്മയുടെ കാര്യം, കളരിക്കൽ കുടുംബത്തിലെ നല്ലവരായ ആൾക്കാർ, പിന്നെ ഗാഥയുടെ ജീവൻ, എല്ലാവരും നൂൽപാലത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത്. എല്ലാം ഭഗവാന്റെ കയ്യിലാണുള്ളത്. എല്ലാവരും അനുഗ്രഹിക്കണം. ആർക്കും ഒരു ദോഷവും വരാതെ എല്ലാ അനുഗ്രഹങ്ങളും കൊടുക്കണം. പിന്നെ നവീൻ ഗാഥയാണെന്ന് തെറ്റിദ്ധരിച്ചാണെങ്കിലും നവീനെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. അങ്ങനെയുള്ള നവീന് ഒരിക്കലും വിഷമിക്കേണ്ടി വരരുത്. നവീൻ്റെ ജീവിതത്തിൽ എല്ലാ സന്തോഷങ്ങളും ഉണ്ടാകണം. അങ്ങനെ പറഞ്ഞ് ഭഗവാന് മുമ്പിൽ കണ്ണടച്ച് പ്രാർത്ഥിക്കുകയാണ്. ഈ സമയത്തായിരിക്കും കേട്ടോ നവീനും അങ്ങോട്ടേക്ക് വരുന്നത്. നവീൻ അങ്ങനെ വന്ന് കൃഷ്ണയുടെ തൊട്ടരികിൽ തന്നെ നിന്ന് ഭഗവാന് മുമ്പിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുകയാണ്. പെട്ടെന്ന് ആ കണ്ണു തുറക്കുന്ന കൃഷ്ണ കാണുന്നത് തൻ്റെ അരികെ വന്ന് നിന്ന് പ്രാർത്ഥിക്കുന്ന നവീനെയാണ് കേട്ടോ. അത് കണ്ട് കൃഷ്ണ പുഞ്ചിരിച്ചുകൊണ്ട് നവീനൊന്ന് നോക്കുവാണ്. എന്നിട്ട് അമ്പലത്തിന് ചുറ്റും പ്രദക്ഷിണം ചെയ്യുവാണ്. നവീനും പിന്നാലെ നടക്കുന്നുണ്ട്. അതിനുശേഷം അമ്പലക്കുളത്തിൻ്റെ അവിടെ വന്ന് നിൽക്കുന്ന കൃഷ്ണനെയാണ് കാണിക്കുന്നത്. ഈ സമയം നവീനും അങ്ങോട്ടേക്ക് വരുക. താനിപ്പോൾ എന്തിനെക്കുറിച്ച് ആലോചിച്ചത്? വ്രതത്തിനെക്കുറിച്ചാണോ? അല്ല എന്ന് കൃഷ്ണ പറയുക. പിന്നെ എന്താ ആലോചിച്ചത്? അമ്മേനെക്കുറിച്ചാ? അല്ല. ഓ, താങ്ക് ഗോഡ്. ഇതൊന്നും അല്ല താൻ ആലോചിച്ചെങ്കിൽ പിന്നെ എന്നെക്കുറിച്ചായിരിക്കുമല്ലോ. എനിക്കൊത്തിരി സന്തോഷമായി. സത്യം പറഞ്ഞാൽ ഗാഥ, താൻ ആദ്യം കണ്ടപ്പോൾ എനിക്ക് വിവാഹം കഴിക്കണമെന്ന് തോന്നി. താൻ എൻ്റെ മനസ്സിൽ കയറി എന്നുള്ളത് നേരാ. എന്നാൽ ഇപ്പോൾ എനിക്ക് അങ്ങനെയല്ല. എൻ്റെ മനസ്സ് മുഴുവൻ താൻ മാത്രമാണ്. താനില്ലാതെ ഒരു നിമിഷം പോലും എനിക്ക് ജീവിക്കാൻ പറ്റില്ല. എൻ്റെ മരണം വരെ താൻ എൻ്റെ ഒപ്പം തന്നെ ഉണ്ടാവണം. താൻ എന്നിൽ നിന്ന് അകന്നു പോയി കഴിഞ്ഞാൽ അതെനിക്ക് ഒരിക്കലും താങ്ങാനാവില്ല ഗാഥ എന്നും പറഞ്ഞ് ഗാഥയുടെ കൈകളിങ്ങനെ പിടിക്കുവാണ്. അന്നേരം കൃഷ്ണയും ആ വാക്കുകളൊക്കെ കേട്ട് ഒത്തിരി സന്തോഷത്തോടെ സ്വയം മറന്ന് നവീൻ്റെ കൈകളിൽ ഇങ്ങനെ പിടിക്കുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും പരസ്പരം ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുവാണ്. ഈ സമയം ദൂരെ നിന്ന് മാണിക്കുഞ്ഞും ഇതൊക്കെ കണ്ട് നാണത്തോടെ അവിടെ നിൽക്കുവാണ്. പെട്ടെന്ന് കൃഷ്ണ നവീൻ്റെ കൈ തട്ടി മാറ്റുക. എന്നിട്ട് അന്നേരം നവീൻ ചോദിക്കണേ, എന്തു പറ്റി? ഒന്നുമില്ല, ഒരു നിമിഷം ഞാനും ഒന്ന് സ്വയം മറന്നുപോയി. വാ നമുക്ക് പോകാം. അങ്ങനെ പറഞ്ഞ് അവർ രണ്ടാളും അവിടെ നിന്ന് ഇറങ്ങാൻ തുടങ്ങുവാണ് കേട്ടോ. അങ്ങനെ കാറിൻ്റെ അടുത്തേക്ക് രണ്ടാളും കൂടി നടക്കുമ്പോഴായിരിക്കും പെട്ടെന്നൊരു കാറ് സ്പീഡിൽ വന്ന് കൃഷ്ണയെ ഇടിക്കാനായിട്ട് പോകുന്നത്. അത് കാണുന്നത് നവീൻ വേഗം തന്നെ കൃഷ്ണയെ ആ കാറിൻ്റെ മുമ്പിൽ നിന്ന് പിടിച്ചു മാറ്റുവാണ്. ഈ സമയം കാറിൽ നിന്ന് രണ്ട് പെണ്ണുങ്ങൾ ഇറങ്ങി വരുവാണ്. അന്നേരം നവീൻ അവരോട് ദേഷ്യപ്പെടുക. എവിടെ നോക്കിയാൽ വണ്ടി ഓടിക്കുന്നത്? മനഃപൂർവ്വം വണ്ടി ഇടിക്കാൻ വന്നിട്ട് ഒരു എളുപ്പമില്ലാതെ നിൽക്കുന്നത് കണ്ടില്ലേ? നിനക്കൊന്നും കണ്ണില്ലേ? റോഡിലൂടെ ആളുകൾ നടക്കുന്നതൊന്നും കാണാൻ പറ്റുന്നില്ലേ? അന്നേരം അവർ പറയണേ, ഗാഥേ, നീ ഞങ്ങളെ നിന്റെ നവീന് പരിചയപ്പെടുത്തി കൊടുക്കാത്തതുകൊണ്ടല്ലേ നവീൻ ഇപ്പോൾ ഞങ്ങളോട് ഇങ്ങനെ സംസാരിക്കുന്നത്. നിന്റെ വിവാഹത്തിന് നീ വിളിച്ചില്ലായിരുന്നല്ലോ. അങ്ങനെ വിളിച്ചിരുന്നെങ്കിൽ നവീൻ ഇപ്പോൾ ഞങ്ങളെ ഇങ്ങനെ തെറ്റിദ്ധരിക്കുമായിരുന്നോ? അന്നേരം നവീൻ ചോദിക്കണേ, ഓ, നിങ്ങളെ ഗാഥയുടെ ഫ്രണ്ട്സാണോ? പിന്നെ അല്ലാതെ ഞങ്ങൾ കോളേജിൽ ഒന്നിച്ച് അടിപൊളിയായിട്ട് അടിച്ചു പൊളിച്ച് നടന്നവരല്ലേ. എന്നാലും ഗാഥേ, നിന്റെ മാറ്റം വിശ്വസിക്കാൻ പറ്റുന്നില്ല. കോളേജിൽ നീ എത്ര എക്സ്പ്ലോസീവായിരുന്നു. ഇപ്പം നിന്റെ ലുക്കും ഡ്രസ്സിങ്ങും എല്ലാം അങ്ങ് മാറിപ്പോയി. അന്നേരം കൃഷ്ണയാണെങ്കിൽ അങ്ങ് വല്ലാതെ ടെൻഷനാകുക. എന്നിട്ട് പറയണേ, അത് പിന്നെ അമ്പലത്തിൽ വന്നതല്ലേ, അതിൻ്റെ ഒരു ചേഞ്ച് ആയിരിക്കും. ഈ സമയം നവീൻ ചോദിക്കുന്നുണ്ട്, അല്ല എന്താ നിങ്ങളുടെ പ്ലാൻ? എന്താണെങ്കിലും ഗാഥയെ കണ്ട സ്ഥിതിക്ക് കളരിക്കിലേക്ക് വാ. ഇന്ന് അവിടെ എന്താണെങ്കിലും സ്പെൻഡ് ചെയ്യാം. ഗാഥയോട് കുറേ സംസാരിക്കുകയും ചെയ്യാമല്ലോ. അയ്യോ, ഇന്ന് ഞങ്ങൾക്ക് വരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഗാഥെ, നിനക്കറിയില്ലേ നമ്മുടെ കൂട്ടത്തിലെ ജിസ്മി, അവളുടെ മാരേജ് ആണെന്നും. ഞങ്ങൾ അങ്ങോട്ടേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ പിന്നെ അത് കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നുകൂടെ എന്ന് നവീൻ ചോദിക്കുക. ആ സമയം അവർ പറയണേ, വരാൻ പറ്റുമോ എന്നറിയില്ല, എന്നാലും ട്രൈ ചെയ്യാം. എന്നാലും ഗാഥെ, നിൻ്റെ ഈ മാറ്റം, അതാണ് ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റാത്തത്. ഇത്ര പെട്ടെന്ന് ഒരാൾക്ക് ഇങ്ങനെയൊക്കെ മാറാൻ പറ്റുമോ? നവീൻ എങ്ങനെയാ ഗാഥ ഇങ്ങനെ മാറ്റിയെടുത്തത്? അന്നേരം കൃഷ്ണ പറയുന്നുണ്ട്, അങ്ങനെ നവീൻ മാറ്റിയെടുത്തതൊന്നുമല്ല. ഈ ഒരു സ്റ്റേജിലൊക്കെ എത്തുമ്പോൾ നിങ്ങൾക്കൊരുപോലെയുള്ള മാറ്റമൊക്കെ ഉണ്ടാവും. അന്നേരം അവർ ചിരിക്കുവാണ്. എന്നിട്ട് പറയണേ, എന്താണെങ്കിലും നമ്മൾ കണ്ടതല്ലേ, ഒരു സെൽഫി എടുത്തേക്കാം. അങ്ങനെ പറഞ്ഞ് അവരെല്ലാവരും കൂടി നിന്ന് ഒരു സെൽഫിയൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയണേ, എന്നാൽ ശരി ഞങ്ങൾ പോകുവാണ്, ഫോട്ടോസൊക്കെ ഞാൻ വാട്സപ്പിൽ ഇട്ടേക്കാം. അങ്ങനെ പറഞ്ഞ് അവരെവിടെ നിന്നും പോകുവാണ്. ഈ സമയം നവീൻ ഗാഥയോട് പറയണേ, എടോ, തൻ്റെ ഫ്രണ്ട്സും പറഞ്ഞത് കേട്ടില്ലേ, താൻ കോളേജിൽ ഭയങ്കര എക്സ്പോസീവ് ആയിരുന്നെന്ന്. അങ്ങനെയുള്ള ഗാഥയാണോ ഇപ്പോൾ എൻ്റെ മുമ്പിൽ നിൽക്കുന്നത്? എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല. എനിക്ക് വേണ്ടിയാണോ താൻ ഇങ്ങനെ ഇത്രയും ടോട്ടലി ചേഞ്ച് ആയത്? അമ്മയും അച്ഛനും ഒക്കെ പറയുമെങ്കിലും ഇപ്പോൾ തന്നെ ഫ്രണ്ട്സും കൂടി പറഞ്ഞപ്പോഴാണ് എനിക്ക് കൂടുതലായിട്ട് ബോധ്യപ്പെട്ടത്.
അന്നേരം മാണിക്കെന്ന് പറയണേ, അല്ലെങ്കിൽ നമുക്കിഷ്ടമുള്ളവർക്ക് വേണ്ടി നമ്മുടെ ജീവിതത്തിലെ പല കാര്യങ്ങളും നമ്മൾ ത്യജിക്കുമെന്ന് കേട്ടിട്ടില്ലേ, അതുപോലെ ഗാഥ മാഡത്തിന് നവീൻ സാറിനോട് അത്രയ്ക്ക് ഇഷ്ടമാണുള്ളത്. അങ്ങനെ ആ വാക്കുകളൊക്കെ കേൾക്കുന്നതും നവീൻ ഒത്തിരി സന്തോഷമൊക്കെയാണ്. നവീൻ ഗാഥയോട് കാറിലേക്ക് കയറാൻ പറയുവാണ് കേട്ടോ. ഈ സമയം കൃഷ്ണയാണെങ്കിൽ ടെൻഷനോടുകൂടി ആലോചിച്ച് നിൽക്കണേ, ഭഗവാനെ അവർ ആ ഫോട്ടോസ് ഗാഥക്ക് ഒരിക്കലും അയച്ചു കൊടുക്കല്ലേ, അതെങ്ങാനും കഥ കണ്ട അത് മതി എന്നും പറഞ്ഞ് ടെൻഷനോട് കൂടി ആലോചിച്ച് നിൽക്കുന്ന കൃഷ്ണയെ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് വരുന്നത്. അപ്പോൾ ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്